ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എ ബിസി ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് വളരെ ബിസി ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഞാൻ ട്രാവൽ ചെയ്യുന്ന ദിവസം ഉണ്ടല്ലോ, അന്നത്തെ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഹോം വ്ളോഗാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ എന്ത് ചെയ്തു, കുക്കറിൽ കുറച്ച് അരി ഇട്ടു. അരി ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സാറാക്കും സൈറാക്കും വേണ്ടി. അപ്പോൾ സാറാക്ക് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. സൈറായ്ക്ക് ചോറ് ക്യാരറ്റ് വിത്ത് റൈസ് അങ്ങനെ ഒരുമിച്ചൊരു കുറുക്ക് പോലെ അരയ്ക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ലെഫ്റ്റ് ഓവർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് മാറ്റലും ഫ്രിഡ്ജിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും അങ്ങനെയുള്ള. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ചിരുന്ന ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി. പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി. പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ നമ്മുടെ തക്കാളി പരിപ്പ് കറി, അതും ഒരു പാത്രം കംപ്ലീറ്റ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൂടുതലായിട്ട് പൊരിച്ചു കോരിയ നമ്മുടെ മത്തി പൊരിച്ചത്, അപ്പോൾ മീൻ പൊരിച്ചതും ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫ്രിഡ്ജിലെ കംപ്ലീറ്റ് ലെഫ്റ്റ് ഓവർ ഐറ്റംസ് ഞാൻ മാറ്റുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. മുട്ടക്കറി ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പൊറോട്ട, കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കുറച്ച് പൊറോട്ട ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് പത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബൗള് മുഴുവൻ ദോശയുടെ മാവുണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ലെഫ്റ്റ് ഓവർ ഐറ്റംസ് വെച്ചിട്ട് തന്നെ തട്ടിക്കൂട്ടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താണേലും അപ്പോൾ ഫ്രിഡ്ജ് ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ടില്ല. ഫ്രിഡ്ജിന് നന്നായിട്ട് തേച്ച് തുടച്ച് മാറ്റണം. അപ്പോൾ ഫ്രിഡ്ജിലെ ഐറ്റംസൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ ബാക്കിയായിട്ട് ഫ്രിഡ്ജിലുണ്ടായിരിക്കുന്നത് കുറച്ച് ജ്യൂസും ചോക്ലേറ്റ്സും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് ഫ്രിഡ്ജിൽ. ബാക്കിയുള്ള കംപ്ലീറ്റ് സാധനം ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം, നന്നായിട്ട് തുടച്ച് മാറ്റണം. പിന്നെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന ഉള്ള ഐറ്റംസ് ഇന്ന് നമ്മൾ പോകുമ്പോഴത്തേനും നമ്മുടെ ബാഗിലേക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നതാണ് ഈ കുറച്ച് ഡ്രിങ്ക്സ്. അപ്പോൾ ഗാലക്സിയുടെ ഹേസൽനട്ട് ഫ്ലേവറിലുള്ള ഒരു ഡ്രിങ്ക്, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ്, അതുപോലെ തന്നെ സാറായ്ക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പിൾ ജ്യൂസ്. ഇതൊന്നും നമ്മൾ എപ്പോഴും വാങ്ങിക്കുകയോ ചെയ്യുന്നതല്ല. ഇന്ന് ട്രാവൽ ചെയ്യാൻ നേരം നമ്മുടെ ബാഗിൽ കരുതേണ്ട കുറച്ച് ഐറ്റംസ്. അപ്പോൾ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്സ്, അപ്പോൾ ലിൻറ്റ് സ്വിസ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അത് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. ഒരു പാക്കറ്റ് പൊട്ടിക്കാത്തതും ഒരു പാക്കറ്റ് പൊട്ടിച്ചതുമായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്നിക്കേഴ്സിൻ്റെ വേറൊരു വേർഷനാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് ബേക്കഡ് പൊട്ടറ്റോസ് അങ്ങനെയുള്ള കുറച്ച്. പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് ചീസ് സ്നാക്കാണ്, ഒരു തരം ചീസ് സ്നാക്കാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ചീസ് സ്നാക്കാണ്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് ഞങ്ങളുടെ 2 പേരുടെയും ബാഗിലേക്ക് ഞങ്ങൾ കരുതുന്ന കുറച്ച് ഫുഡ് ഐറ്റംസാണ് ഇതൊക്കെ. പിന്നെ ഹറിബറി പെട്ടെന്നുള്ള പർച്ചേസും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ചുവേ അധികം ഒന്നും പർച്ചേസ് ചെയ്തില്ല. എങ്കിലും പെട്ടെന്ന് നമ്മുടെ കയ്യിൽ പോയപ്പോൾ പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന കുറച്ച് ഐറ്റംസ്, കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, കുറച്ച് പെയിൻ ബാമുകളും, അതുപോലെ തന്നെ നമ്മുടെ വാസിലിനും, അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് ഐറ്റംസും, കുറച്ച് ചോക്ലേറ്റ്സ്, ഡേറ്റ്സ് അങ്ങനെയുള്ള എല്ലാവരും കൊണ്ടുവരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. ഇത് വാങ്ങിക്കാനേ നമുക്ക് ടൈം ഉണ്ടായിരുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തലേന്ന് രാത്രിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പിറ്റേ ദിവസം നമുക്ക് പകൽ ട്രാവൽ ചെയ്യണമായിരുന്നു. അപ്പോൾ വീടൊക്കെ വളരെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇനി പാക്ക് ചെയ്യണം, ബോക്സിലേക്ക് ആക്കണം. ചെരുപ്പ് ഉൾപ്പെടെ ഞാൻ നാട്ടിലേക്ക് ഇപ്പോൾ ഇടാനും കൊണ്ടുപോകാനും ഉള്ള ചെരുപ്പ് ഉൾപ്പെടെ ഈ സൈഡിൽ സോഫയുടെ സൈഡിൽ ഇട്ടിരിക്കുന്ന മുഴുവൻ നമ്മൾ ഇട്ടുകൊണ്ട് പോകാനുള്ള കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒന്നും ആയിട്ടില്ല, കംപ്ലീറ്റ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുകയാണ്. ഞാൻ ഈ വീഡിയോയിൽ ബിസി ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെയാണ് പറയുന്നത്. ബിസി എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിലുള്ള ബിസിയായിരുന്നു. ഹറിബറി പെട്ടെന്ന് കാര്യങ്ങൾ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫ്രിഡ്ജും വീടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നു, അതുപോലെ തന്നെ എൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ നമുക്ക് പോകാനായിട്ട് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ, എൻ്റെയും മക്കളുടെയും ഒക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്യുന്നു. അങ്ങനെ ബിസി എന്ന് പറഞ്ഞാൽ പോരാ, വെരി ബിസി ഡേ ഇൻ മൈ ലൈഫ് എന്ന് തന്നെ പറയണം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. പത്തിരി കുറച്ചെടുത്ത് ചൂടാക്കി, അതിന് ശേഷം പൊറോട്ട ചൂടാക്കി. ഇനി ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചൂടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് കളയുക എന്നുള്ള ഒരൊറ്റ
ഒരൊറ്റ കാര്യമുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് ഐറ്റംസ് കളയാൻ യാതൊരു താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ഇന്ന് കളയാതിരിക്കാൻ വേറെ ഒരു നിവൃത്തിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ തലേന്നത്തെ ഫുഡാണ്. അപ്പോൾ ഇനിയും ഇത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേയിൽ ചൂടാക്കി കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇപ്പോൾ എത്രത്തോളം ഞാനും ഇക്കായും സാറായും കഴിക്കുന്നുവോ അതിൻ്റെ ബാക്കി നമ്മൾ വേസ്റ്റ് ബിന്നിൽ കളയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ചായ റെഡിയാക്കി. അതിനുശേഷം ഇതാ പൊറോട്ടയും ഉണ്ട്, പത്തിരിയും ഉണ്ട്, മുട്ടക്കറിയും ഉണ്ട്, കടലക്കറിയും ഉണ്ട്. അപ്പം ഒരുപാട് ഐറ്റംസും കാര്യങ്ങളും ഉണ്ട്. ഐറ്റംസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ട്രാവൽ ഡേയിലായിട്ട് പോലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങാതിരുന്നത്. അപ്പോൾ ഇക്ക പറഞ്ഞതാണ് ഈ ഒരു പെട്ടി പാക്കിങ്ങിൻ്റെ ഇടയിൽ, ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ഇടയിൽ നീ ഇനി ഫുഡ് കുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ടായിരുന്നു, പത്തിരി ഇരിപ്പുണ്ടായിരുന്നു, പൊറോട്ട ഇരിപ്പുണ്ട്, കടലക്കറി, മുട്ടക്കറി. അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഉള്ളത് കൊണ്ട് അത് ഞാൻ എടുത്ത് ചൂടാക്കി നമുക്ക് കഴിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉച്ചക്കത്തേനുള്ളത് പിന്നീട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഞാൻ ഉച്ചക്കത്തേനുള്ളതും കുക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേനും അത് അബദ്ധമാവുമെന്ന് വിചാരിച്ചിട്ട് ഉച്ചക്കത്തത് കുക്ക് ചെയ്യാതെ ഞാൻ മാറിയതാണ്. പിന്നെ ഈ വീഡിയോയിൽ വേറൊരു കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. വാട്ട് ഈസ് സാറാസ് ബാഗ്? അതായത് സാറയുടെ ബാഗിൽ ഇന്ന് സാറ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ബാഗാണിത്. അപ്പോൾ സാറയുടെ ബാഗിൽ ഇന്ന് എന്തൊക്കെയാണ് സാറയുടെ ബാഗിൽ ഉൾപ്പെടുത്തുന്നത് എന്ന്, ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇക്ക വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് കിഡ്സ്, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ക്യൂട്ട് ബാഗാണ്. സാറാക്കിത് 1-2 ഉണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഒരെണ്ണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ, കുഞ്ഞു ചെറിയ പർപ്പസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വളരെ ക്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്ക മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ ഒരു ബാഗാണ്. അപ്പോൾ ഇതാ സാറയുടെ ബാഗിൽ ഞാൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഞാൻ കാണിക്കാം. സാറ എൻ്റെ ട്രാവൽ വ്ലോഗ് കണ്ടവർക്കറിയാം, സാറ കംപ്ലീറ്റ് യാത്രയിലും ഒരു ബാഗ് തൂക്കിയിരുന്നു. അപ്പോൾ അവളുടെ ബാഗിൽ കുറച്ച് ഐറ്റംസ് ഞാൻ അവൾക്ക് വേണ്ടി വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഐറ്റംസൊക്കെയാണ് ഇത്. സാറയുടെ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത്, ഞാൻ അവളെ പയ്യെ ട്രെയിനിങ് കൊടുത്ത് പയ്യെ പ്രാക്ടീസ് ചെയ്യുകയാണ്. കാര്യം എന്താ വെച്ചാൽ അവളുടെ സാധനങ്ങൾ അവൾ തന്നെ യാത്രയിൽ പിടിക്കട്ടെ, സൂക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട, അവൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസാണ് ഞാൻ അവളുടെ ബാഗിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ്. അപ്പോൾ ഒരു ബോട്ടിൽ ആപ്പിൾ ജ്യൂസ്, വളരെ കിട്ടാവുന്നതിൽ ഏറ്റവും ചെറിയ ജ്യൂസാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനൊരു ചെറിയ ബോട്ടിൽ ജ്യൂസ് അവൾക്ക് ബാഗിൽ വെച്ച് കൊടുത്തു. പിന്നെ ഒരു 5-6 സ്കെച്ച് പെൻസ്, അതുപോലെ തന്നെ കുറച്ച് മാർക്കേഴ്സും കൊച്ചിൻ്റെ ബാഗിൽ. പിന്നെ അവൾക്ക് ജസ്റ്റ് തുടയ്ക്കാനായിട്ട് ഒരു നാപ്കിൻ അല്ലെങ്കിൽ ഒരു ടവൽ ഞാൻ അവളുടെ ബാഗിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഒരു സെക്ഷൻ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത സെക്ഷനിലേക്ക് ഞാൻ വെക്കുന്നത്, സാറായ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ കളറിംഗ് ബുക്ക് വാങ്ങിച്ചു. പക്ഷേ എല്ലാം കൂടി ഞാൻ ഈ ബാഗിൽ വെക്കുന്നില്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് 1-2 കളറിംഗ് ബുക്സ് വളരെ യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. മോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ബുക്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. അവൾ എല്ലായിടത്തും ഫ്ലൈറ്റിലാണെങ്കിലും മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അവൾക്ക് ഒരു 2 കളറിംഗ് ബുക്ക് ഞാൻ ബാഗിലേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞിൻ്റെ ഒരു ജോഡി ഡ്രസ്സ്, ഒരു ടീഷർട്ടും ഒരു പാൻറ്റും, അതാണ് കുഞ്ഞിൻ്റെ ഒരു ജോഡി ഡ്രസ്സ് ഞാൻ ബാഗിൽ വെക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം വേറൊരു സെക്ഷനിലേക്ക് ഞാൻ വെക്കുന്നത് ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഒരു ചോക്ലേറ്റാണ് വെക്കുന്നത്. അപ്പോൾ ലിൻറ്റ് സ്വിസ് ചോക്ലേറ്റാണ്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ ഹാഫ് പോർഷൻ, ലിൻറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു ഹാഫ് പോർഷനും പിന്നെ ഒരു സ്നിക്കേഴ്സ് മോഡൽ ഒരു ചോക്ലേറ്റുമാണ്. പിന്നെ സ്നാക്കായിട്ട് ഞാൻ ഒരു ബേക്ക്ഡ് പൊട്ടറ്റോ ചിപ്സും അതുപോലെ തന്നെ ഒരു പാക്കറ്റ് ചീസ് സ്നാക്കുമാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സാറയുടെ ബാഗിൽ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും എല്ലാം സാറാക്ക് ഇഷ്ടപ്പെട്ട, എന്നാൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് അവൾ വെച്ചോളും. പിന്നെ വേറെ ഒരെണ്ണം എന്ന് പറയുന്നത്, വേറെ കുറച്ച് കൂടുതൽ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അത് എൻ്റെ ബാഗിലേക്ക് ഞാൻ മാറ്റുകയാണ്. വളരെ അടിപൊളിയായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റാണ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതിൽ
എന്താണ് നട്ട്സും അതുപോലെ തന്നെ റേസിൻസും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കഴിക്കുമ്പോഴത്തേനും നമ്മുടെ വായിൽ കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റാണ് സ്വിസ്സിൻ്റെ ലിൻറ്റ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വ്ളോഗിൽ ഞാൻ പിന്നെന്താ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ വെക്കുന്നത് സാറയുടെ ഒരു ടാബാണ്. അപ്പോൾ സാറയുടെ ടാബാണ് ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് വെക്കുന്നത്. പിന്നെ മോളുടെ ഒരു സ്പെക്സിൻ്റെ ബോക്സ്, ആ ബോക്സിൻ്റെ അകത്ത് ഗ്ലാസ് തുടയ്ക്കാനായിട്ടുള്ള ഒരു ടവലും വെച്ചിട്ട് ഒരു സ്പെക്സിൻ്റെ ബോക്സും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ബിസി ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. ബിസി എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ 100 നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.